ഹലോ മക്കളെ, അപ്പോൾ ജൂൺ 8-ാം തീയതി ഇന്ന് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാനാണ് മിസ് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും ഒന്നും അല്ല. ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മിസ് പറയാൻ വേണ്ടി പോവാണ്. ആദ്യത്തത്, നിങ്ങളുടെ സ്കൂളും കോഴ്സ് കോമ്പിനേഷനും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കെയർഫുൾ ആയിട്ട് ചെക്ക് ചെയ്യണം. ബിക്കോസ് കോഴ്സ് കോമ്പിനേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷണൽ സബ്ജക്റ്റ് അവിടെ മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. രണ്ടാമതെന്ന് പറയുകയാണെങ്കിൽ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂളല്ല കിട്ടിയത്. അപ്പം നിങ്ങൾ പ്രിഫർ ചെയ്തൊരു സ്കൂളുണ്ട്, നിങ്ങൾ ആ സ്കൂൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്, പക്ഷെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് റീഓർഡർ ചെയ്യണം. ചിലപ്പോൾ ആദ്യം വെച്ച സ്കൂൾ രണ്ടാമതോ മൂന്നാമതോ മാറ്റിയിട്ട് ഒരു മൂന്നാമത് വെച്ച സ്കൂൾ ഒന്നാമത് വെക്കണം, അല്ലെങ്കിൽ വേറെ സ്കൂളുകളൊന്ന് ആഡ് ചെയ്യണം. ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടുന്നു. മൂന്നാമത്തത്, ഇനി എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വെച്ചുപോയി എനിക്കതൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഒന്നും കൂടെ വെരിഫൈ ചെയ്ത് എല്ലാം കറക്റ്റ് ആണ്, ഇനി എനിക്കൊന്നും ഇവിടെ തിരുത്താനില്ല, അത് സമാധാനത്തോടെ നോക്കണം കേട്ടോ. വെപ്രാളം പിടിച്ചിട്ട് ഇങ്ങനെ വായിച്ച് എല്ലാം പെട്ടെന്ന് അവിടെ തിരക്കായിരുന്നു, എനിക്ക് ഇവിടെ പെട്ടെന്ന് ചെയ്യണമായിരുന്നു, അങ്ങനെയൊന്നും പറയണ്ട. റിലാക്സ് ചെയ്തിട്ട് കൃത്യമായിട്ട് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഡെഡ് ലൈനിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അവസാനം വരെ പോയി നിൽക്കരുത്. തലേന്ന് ചെയ്യാമെന്നൊരു സാധനം നിങ്ങൾ ഒരിക്കലും മൈൻഡിലേക്ക് വെക്കരുത്. എപ്പോഴാണോ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് വന്നതിന് ശേഷം എപ്പോഴാണോ അടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഡേറ്റ് ഉള്ളത്, അപ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് ചേഞ്ചസ് ഒക്കെ വരുത്തി കൃത്യമായിട്ട് അടിപൊളിയായിട്ട് റിലാക്സ് ചെയ്ത് ഇരിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.